ശരിയായൊരക്ഷരമിതിങ്കേനുദിച്ചതു ലിപിയേഴുമക്ഷരമിതു തന്നുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷര പൊരുൾ അറിയായുമായി വരിക നാരായണായ നമഃ. കഴിഞ്ഞ കഥയിൽ നമ്മൾ അഷ്ടവക്രൻ്റെ ജനനമൊക്കെ പറഞ്ഞല്ലോ. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ അച്ഛനോട് എന്തിനാ അങ്ങനെ വിശ്രമമില്ലാണ്ട് പണിയെടുക്കണേന്ന് ചോദിച്ചതിൽ കോപിച്ച കഹോടൻ നീ വളവുകളുള്ളവനായി ജനിക്കട്ടെ എന്ന് ശപിക്കുണ്ടായില്ലോ. പല വളവുകളോടുകൂടിയാണ് ജനിച്ചത്, അതുകൊണ്ട് അഷ്ടവക്രൻ എന്ന് പേരും ഇട്ടു. അഷ്ടവക്രൻ വളരാണ്, വലിയ പണ്ഡിതനായിട്ടാണ് വളരണത് തന്നെ, അതിപ്രഭാവശാലിയായിട്ടാണ് വളരണത്. ഈ അമ്മയുടെ സഹോദരൻ ചതകേതു ഏതാണ്ട് അഷ്ടവക്രനുമായിട്ട് ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചതകേതും കൂടി രണ്ടുപേരും കൂടിയിട്ടാണ് ഈ കളിച്ചൊക്കെ വളരണത്. തൻ്റെ അച്ഛനായിട്ട് ഉദ്ദാളക മഹർഷിയെ തന്നെയാണ് അഷ്ടവക്രൻ അംഗീകരിച്ചിരുന്നത്. അങ്ങനെ അവരിങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് കുട്ടികളല്ലേ, ഒരു ദിവസം അഷ്ടവക്രൻ ഉദ്ദാളക മഹർഷിയുടെ മടിയിൽ കയറിയിരിക്കുക. അപ്പോൾ ചതകേതു തമാശയായിട്ട് പറയണേ, ഇത് നിൻ്റെ അച്ഛനൊന്നുമല്ല, അത് എൻ്റെ അച്ഛനാണ്. സംശയമായി. എന്നാൽ സത്യാവസ്ഥ അറിയാം. അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മോട് ചോദിച്ചു, എന്തപ്പാ അങ്ങനെ പറയാൻ, എന്താ സത്യാവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ധന സമാഹരണത്തിന് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ ജനക രാജധാനിയിൽ പോയി അവിടെ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് തോറ്റപ്പോൾ അവിടുത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് അച്ഛൻ്റെ കാല് കെട്ടി വെള്ളത്തിൽ മുക്കി കൊന്നൂത്രേ. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആഹാ, വാദപ്രതിവാദത്തിൽ തോറ്റാൽ അങ്ങനെ ചെയ്യോ, എന്നാൽ അത് വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ശതകേതുവും അഷ്ടവക്രനും കൂടി നേരെ ജനക രാജധാനിയിലേക്ക് പുറപ്പെട്ടു. ജനക രാജധാനിയുടെ മുമ്പിലെത്തിയപ്പോൾ പടയാളികൾ തടഞ്ഞു. എന്താ നിങ്ങൾ തടയാൻ കാരണം? ഉള്ളിൽ വലിയ യജ്ഞം നടക്കുകയാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ കുട്ടികൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അഷ്ടവക്രൻ അവിടെ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അന്ധനെയും ബധിരനെയും സ്ത്രീയെയും ഭാരം വഹിക്കുന്ന ആളെയും രാജാവിനെയും കണ്ടാൽ ജനം വഴി മാറിക്കൊടുക്കണം, അവർക്ക് മുൻഗണന കൊടുക്കണം. അങ്ങനെയുള്ളവരെ ബ്രാഹ്മണനെ കാണുമ്പോൾ ആ ബ്രാഹ്മണന് മുൻഗണന കൊടുക്കണം എന്നാണ് ധർമ്മശാസ്ത്രം പറയണത്. നിങ്ങളിങ്ങനെ തടഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഉള്ളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണനാണെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ പൊക്കോളൂ, ആരും നിങ്ങളെ തടയില്ല എന്ന്. അപ്പോൾ അഷ്ടവക്രൻ അവിടെ നിന്ന് പറയാണ്, അവിടുത്തെ കാവൽക്കാരനെയാണ് എന്നെ തടഞ്ഞേക്കണത്, അകത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാവൽക്കാർ പറഞ്ഞു, ഇത് കുട്ടികളാണ്, ഇവരെ എങ്ങനെ അകത്തേക്ക് വിടുക എന്ന് ചോദിച്ചു. അപ്പോൾ അഷ്ടവക്രൻ്റെ മറുപടി, ബാല്യം വാർദ്ധക്യം എന്നൊക്കെ പറയണത് ശരീരപ്രകൃതി കൊണ്ടാണ്. അറിവ് കൊണ്ട് ബാല്യം വാർദ്ധക്യം എന്നുള്ളത് അളക്കാൻ കഴിയില്ല. തല നരച്ചത് കൊണ്ടോ ശരീരം തടിച്ചത് കൊണ്ടോ ജ്ഞാനിയായ ഒരാൾ വൃദ്ധനാവണില്ല. ശരീരം ചെറുതാണെങ്കിലും അയാൾ ജ്ഞാനിയാണെങ്കിൽ അയാളെ പ്രായപൂർത്തിയായതായിട്ട് കണക്കാക്കണമെന്ന് അഷ്ടവക്രൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജകൽപ്പനയായി അവരെ ഉള്ളിലേക്ക് വിടുമെന്ന്. ഇവിടെ വന്നപ്പോൾ രണ്ട് വലിയ പ്രായപൂർത്തിയൊന്നും ആവാത്ത രണ്ടുപേരാ. എന്താ വന്നേ, ഇവരുടെ ജ്ഞാനമൊന്ന് പരീക്ഷിക്കണമല്ലോ, പുറത്തുനിന്ന് വലിയ വാചകമൊക്കെ അടിച്ചതല്ലേ, എന്താണെന്നൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വെച്ചിട്ട് രാജാവ് അഷ്ടവക്രനോട് ചോദിക്കുകയാണ്, കാലം ചലിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതിന് അഷ്ടവക്രൻ ഒരു കുടുക്കുമാതിരിയാണ് ഉത്തരം പറഞ്ഞത്, ധർമ്മം ആചരിക്കലാണ് എന്ന്. അത് കഴിഞ്ഞപ്പോൾ രാജാവ് പല ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും മനസ്സിലാക്കാൻ വിഷമമുള്ള വിധത്തിൽ കുടുക്കായിട്ടുള്ള ചെറു ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ രാജാവിനും സഭയിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി ഈ കൊച്ചൻ ചില്ലറക്കാരനൊന്നുമല്ല. എന്നിട്ട് അഷ്ടവക്രൻ പറഞ്ഞു, ഞാൻ കേട്ടു ഇവിടെ വലിയ തർക്കങ്ങൾ നടക്കും, തർക്കത്തിൽ തോറ്റ ആളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു.
ഞാൻ ആ തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ തർക്കത്തിൽ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാല് കെട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ലാം. പക്ഷേ എൻ്റെ എതിരാളി തോൽക്കുകയാണെങ്കിൽ അതേ വിധി അയാൾക്കും ഉണ്ടായിരിക്കണം. അതാണ് ന്യായം. അപ്പോൾ പലരും പറഞ്ഞു, ചെറുപ്പല്ലേ, എന്തിനാ ജീവിതം കളയണേന്ന്. അപ്പം അഷ്ടവക്രൻ പറഞ്ഞത്, ജീവിതം ക്ഷണഭങ്കുരല്ലേ, ഈ നിമിഷം വരെ മരിച്ചു വീഴാവുന്നതല്ലേ, അതിനെ കണക്കാക്കി ജീവിക്കുന്നേക്കാ കല്ലത് ജ്ഞാനിയായിട്ട് മരിക്കുന്നതല്ലേ. അപ്പം ശരിയെന്ന് പറഞ്ഞു. ഉടനെ തർക്കത്തിനുള്ള ഏർപ്പാടായി. ബന്ദി ആണ് തർക്കത്തിനെ നയിക്കുന്നത്. ബന്ദി വന്നു, ചോദ്യോത്തരങ്ങളായി. ബന്ദി അങ്ങനെ തൊര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അഷ്ടവക്രനോട്. അഷ്ടവക്രൻ അങ്ങനെ പടപടപടാന്ന് പറഞ്ഞിട്ട് ഉത്തരങ്ങൾ കേട്ടിരുന്നവരൊക്കെ തലയാട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അഷ്ടവക്രൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരുമാതിരിയൊക്കെ ഉത്തരം പറഞ്ഞു ബന്ദി. പക്ഷേ പോകെ പോകെ ഉത്തരങ്ങൾ സംശയിച്ച് പതുക്കെ അവസാനം തോറ്റ് തല താഴ്ത്തി. ഉടനെ അഷ്ടവക്രൻ പറയാണ്, ഇവനെ കാല് കെട്ടി ഉടനെ വെള്ളത്തിലിറങ്ങുന്നു. അപ്പോൾ ബന്ദി പറഞ്ഞു, ഞാൻ വരുണപുത്രനാണ്, ജലമാണ് എൻ്റെ വാസസ്ഥലം, നിങ്ങളതിൽ കൊണ്ടിട്ടാൽ ഞാൻ ചാവാനൊന്നും പോണില്ല. പിന്നെ ഞാൻ ഒന്ന് പറയാം, ഇവിടെ തോറ്റ എല്ലാവരെയും വരുണ രാജസദസ്സിലെ പ്രമുഖന്മാരായിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങയുടെ അച്ഛനും അവിടെയുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കെൻ്റെ അച്ഛനെ തിരിച്ചു വേണം, അല്ലെങ്കിൽ തന്നെ കൊല്ലണം. അപ്പോൾ പറഞ്ഞു, ഇത്തിരി നേരം നിൽക്കൂ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ബന്ദി മുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കഹോടനെയും കൊണ്ട് തിരിച്ചെത്തി. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ പറയാ, അച്ഛനെക്കാട്ടിലും എത്രയോ കേമനാണ് ഈ മോൻ. പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതാണുതായേ ഭവതിക്കു പണ്ടുള്ള ആദർശം അച്ഛനു മകൻ മഹീയൻ, താതൻ മറന്നാൽ തനയൻ തുടർന്നും തൽവൃദ്ധകണ്ഠം പരിപൂർണമാക്കും. അച്ഛനേക്കാൾ മോൻ എപ്പോഴും വലിയവനാവുന്നതാണത്രേ ശ്രേയസ്. ഇവിടെ ഇപ്പം അതാണ് സംഭവിച്ചത്. അങ്ങനെ അഷ്ടവക്രൻ ആ വാദപ്രതിവാദങ്ങളിൽ വിജയിച്ച് വിജയശ്രീലാളിതനായിട്ട് തൻ്റെ അച്ഛനെയും കൊണ്ട് തിരിച്ച് ആശ്രമത്തിൽ എത്തി. ഉദ്ദാളക മഹർഷിക്ക് സന്തോഷമായി. തൻ്റെ കൊച്ചുമോൻ അത്രയ്ക്ക് മിടുക്കനാണല്ലോ. അമ്മ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. അഷ്ടവക്ര സംഹിത എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം തന്നെയുണ്ട്. അത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പറ്റുന്നവരെല്ലാവരും അത് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കുന്ന ഒരപേക്ഷയുണ്ട്. എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ആ ജ്ഞാനദീപം അങ്ങനെ ഉയർന്നു കത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.